ഇദ്ദേഹത്തെ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലൂടെയും റേഡിയോയിലൂടെയും എല്ലാവർക്കും പരിചിതമായിരിക്കും. RJ സുരാജ്, ഇത് നിർമ്മൽ ആൻഡ് അശ്വിൻ ഖനാൽ. വെൽക്കം ഒന്നും കൂടി. അപ്പോ എന്താണ് പുതിയ വിശേഷം? പുതിയ വിശേഷം കാന്താര 2 ആണ്. ചാപ്റ്റർ 1 ഓക്കെ, അതിന്റെ വിശേഷങ്ങൾ പറയൂ. ഇപ്പോഴത്തെ ഒരു മെയിൻ ഇപ്പോഴെങ്കിലും നിറഞ്ഞു നിൽക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. എത്ര ഡേയ്സ് എടുത്തു ശരിക്കും? നായകനാണല്ലോ ചെയ്തേക്കുന്നത്, അപ്പം എത്ര ഡേയ്സ് എടുത്തു? തീർന്നില്ല. ഇതെന്തറിയോ, ഇപ്പൊ ഞാൻ ജോലി ചെയ്യാറുള്ളൂ. അപ്പൊ നമ്മൾ ശനി ഞായറും ബാക്കി രാത്രി ജോലി കഴിഞ്ഞ് രാത്രി അല്ലെങ്കിൽ രാവിലെ ഏർലി മോർണിംഗ് അങ്ങനെയൊക്കെയാണ് ഡബ് ചെയ്ത്. ഇവര് കൃത്യമായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമുക്ക് പരമാവധി വേഗത്തിൽ തീർക്കണം. പക്ഷേ എങ്കിൽ കൂടി നമ്മൾ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ഇതും പറഞ്ഞ് പെട്ടെന്ന് ലീവ് എടുക്കാനും പറ്റാത്തൊരവസ്ഥയായി. അപ്പൊ എനിക്ക് കിട്ടിയത് ഇപ്പൊ തന്നെ ഇവനെ കുഞ്ഞ് എന്ന് ഡബ് ചെയ്ത് തീർക്കാനാണ്. പക്ഷെ നമ്മളത് എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് ഇവരുടെ ഒരു ക്ഷമ കാര്യങ്ങൾ പിന്നെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ തീർത്തു. രസം എന്താ വെച്ചാൽ നമ്മൾ ഓരോ പരിപാടി കഴിഞ്ഞ് തീർത്ത് ഇനി കൈ കൊടുത്ത് അപ്പൊ താങ്ക് യു തിയേറ്ററിൽ കാണാന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയപ്പോൾ വീണ്ടും വിളിച്ചിരിക്കുകയാണ് പിറ്റേ ദിവസം. ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്. അപ്പൊ പോകുന്ന വഴിക്ക് ഒന്ന് കയറിയാൽ മതി. കുസാറ്റിലാണ്, നന്മ സ്റ്റുഡിയോയിലാണ്. കേറിയപ്പോ എന്താണെന്നറിയോ, എക്സ്ട്രാ 3 റീൽ ആഡ് ചെയ്തിരിക്കുക. പ്രത്യേകിച്ച് അങ്ങനെ പറയത്തുള്ളൂ. ഒരു ചെറിയ ഡയലോഗ്, ചെറിയ ഡയലോഗ് 4 മണിക്കൂറാണ്. ഒരു ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് ഞാൻ പോയി. അല്ല, ഈ പടത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഷൂട്ടിംഗ് ഒരിക്കലും അവസാനിക്കില്ല. ഇപ്പൊ പുതിയ പുതിയ ലൊക്കേഷൻസ് കാണുമ്പോൾ അവർ വീണ്ടും അതിനെ ഒന്നുകൂടെ വൃത്തിയാക്കി ചെയ്യാൻ വേണ്ടിട്ട് ഋഷഭ് സാറിനെ സമ്മതിക്കണം കേട്ടോ. അത് വീണ്ടും അതെ അത് വൃത്തിയാവുന്നത് വരെ പുള്ളി ഷൂട്ട് ചെയ്യും. അതാണ് അതിന്റെ ഒരു ഡെഡിക്കേഷൻ. ഈ 2 ആൾക്കാരുടെ ഇടയ്ക്ക് ഒരു മറ്റേ തൂവെള്ള ഡ്രസ്സൊക്കെ ഇട്ട് മനസ്സങ്ങനെയൊന്നുമില്ല. നല്ല കന്നഡയിൽ നല്ല ചീത്ത പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയില്ല, ശരിക്കും നല്ല അടിപൊളി മുത്തുമണിയാണ്. നിർമ്മലായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും ഇതിന്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ ഡബിങ്ങിന്റെ സ്റ്റാർട്ട് ചെയ്ത ടൈമില്? നമ്മള് വർക്ക് ചെയ്യാനായിട്ട് അവർ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് റൈറ്റിംഗ് പ്രോസസ് ആയിരുന്നു. ഒരു 2.5 months മുമ്പേ തൊട്ട്, ഒരു ജൂലൈ 2nd week തൊട്ടുള്ള റൈറ്റിംഗ് പ്രോസസ് ആയിരുന്നു. അത് കഴിഞ്ഞ് വന്നിട്ട് എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഓരോ സെക്ഷനായിട്ട്, ഇപ്പോൾ കോമഡിക്ക് വേണ്ടി ഒരാളെ നമ്മൾ ഹയർ ചെയ്ത് ഫുൾ ടൈം നമ്മുടെ കൂടെ ഇരിക്കണമെന്നല്ല, നമ്മൾ ട്രാക്ക് ഫുൾ ഡബിങ് ട്രാക്ക് ഞാൻ ചെയ്യുന്ന സമയത്ത് കൂടെ അങ്ങനെ കോമഡിക്ക് വേണ്ടി ഒരാൾ വേണം. പിന്നെ എന്തൊക്കെയാണ് വേണ്ട റിക്വയർമെന്റ്സ് അതെല്ലാം ആദ്യം ശരിയാക്കി എടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അസോസിയേറ്റ് അവിടെ നിന്ന് വന്നു വീഡിയോ ഒക്കെ ആയിട്ട്. അപ്പോൾ അതെല്ലാം സെറ്റാക്കി എടുത്തു. പിന്നെ ഡയലോഗിന്റെ ഫോർമേഷൻ അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് പിന്നെ വോയിസ് ടെസ്റ്റുകളായി. പിന്നെ അപ്പോൾ അന്ന് ഞാൻ ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നില്ല ടെസ്റ്റ് എടുക്കുന്ന സമയത്ത്. ഞാൻ വന്നില്ല, ഞാൻ വേറെ സ്റ്റുഡിയോയിൽ ഇരുന്ന് എന്നെ കൊണ്ട് എടുപ്പിച്ചതാണ്. അങ്ങനെ എടുപ്പിച്ചാണല്ലേ? ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വന്നു. പിന്നെ ടെസ്റ്റുകളെല്ലാം ഏകദേശം കഴിഞ്ഞു. കുറേ ടെസ്റ്റ് ഇപ്പോൾ ചേട്ടൻ്റെ തന്നെ നമ്മൾ ഒരു 15 above അത്രയും പേഴ്സൺ നമ്മൾ വോയിസ് ടെസ്റ്റ് എടുക്കുന്നുണ്ടായി. അതിന്റെ ഒരു കഥ എനിക്ക് പറയാണ്ട് കേട്ടെ. അപ്പോൾ അങ്ങനെ എല്ലാം ടെസ്റ്റ് ടോട്ടൽ ഒരു 15 ക്യാരക്ടേഴ്സിനോളം ടെസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഓഡീഷൻ എല്ലാം കഴിഞ്ഞ് അങ്ങനെ പതിയെ സ്റ്റാർട്ടായി. അതല്ല, ഒരു 16 പേരുടെ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഇദ്ദേഹത്തിന്റെ വോയിസ് സെലക്ട് ആയത്. അത് ഋഷഭ് സാർ നേരിട്ട് സെലക്ട് ചെയ്യും. എല്ലാവരുടെയും പുള്ളി സാറ് നേരിട്ട് തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ബിക്കോസ് എന്താ വെച്ചാല് അല്ല, അതായത് ഇതിൽ ആക്ടേഴ്സ് ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും അത്രയും സാറിന് പ്രിയപ്പെട്ടവരാണ്. എല്ലാവരും അങ്ങനെയാണ്, പ്രൊഡക്ഷൻ ടീമിലുള്ളവരെല്ലാവരും. സോ അത്രയും പരിചയം ഉള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ വന്നാൽ മതി. എല്ലാ ലാംഗ്വേജും അങ്ങനെ ചെയ്തിരിക്കുന്നത്, ഹിന്ദി, തമിഴ്, എല്ലാ ലാംഗ്വേജിലും അവർ നേരിട്ട് തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഒരു 1.5 months ഡബിങ് പ്രോസസ്സ് ഫുൾ ടൈം ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ പോലെ ഇവർക്ക് ഇത്രയും റഷ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അത്യാവശ്യം കൂളായിരുന്നു. ആർട്ടിസ്റ്റിന്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്ന എല്ലാം കൂളായിട്ടായിരുന്നു. കാരണം ഇവിടെ നിന്നാണ് ഔട്ട്പുട്ട് പോകുന്നത്. ഈ ഔട്ട്പുട്ടിൽ എന്തെങ്കിലും കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഫസ്റ്റ് ഞാൻ ഏറ്റെടുത്തിട്ട് പിന്നെ എനിക്ക് ആ പ്രോമിസ് തെറ്റിക്കാനോ രണ്ടാമത് റീവർക്കിനോ ടൈം ഉണ്ടാവില്ല. ഇപ്പൊ ഇനി 2 ദിവസമുള്ളൂ. ഇപ്പൊ എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും മാറ്റണം, ചെറിയ എന്തെങ്കിലും കർഷണം വേണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ കാര്യങ്ങൾ നടക്കും. വലുതായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. നമ്മള് ടൈം എടുത്ത് എല്ലാം കൊടുത്ത് വൃത്തിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. അപ്പൊ അതിന്റെ അത് ഔട്ട്പുട്ട് കാണാനും ഉണ്ട്. അശ്വിൻ ചേട്ടാ ഒരുപാട് പാൻ ഇന്ത്യൻ സിനിമകളിൽ ലീഡ് റോൾസിന് ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ള ആളോട് ഞാൻ ചോദിക്കുകയാണ്, ഈ ഒരു സിനിമ ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോ ശരിക്കും ഒറ്റ വാക്കിൽ പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ടാഗ് എന്തായിരിക്കും ഈ ഒരു സിനിമയെ പറ്റി? ഞങ്ങളിപ്പോ ഈ ഒരു പ്രോസസ്സിൽ ഒരു 30-35 തവണ ഈ ഫിലിം ത്രൂ ഔട്ട് കണ്ടു. ഒരൊറ്റ വാക്ക് പറയും ഈ സിനിമയെ നമുക്കൊന്ന് വിശേഷിപ്പം. നമ്മൾ ബ്രഹ്മാണ്ഡ ചിത്രം എന്ന് പറയുന്ന പോലെ. എന്നിട്ട് ഞങ്ങൾക്ക് മടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഞങ്ങൾക്ക് ഇതുവരെ ബോർ അടിച്ചിട്ടില്ല. ഇപ്പം സുരാജ് ഡബിങ്ങിന് വന്നാൽ ഞങ്ങൾ ഫുൾ ഇരുന്ന് കാണും, ഒരു ബോറടിയില്ല. അതാണ് ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന പ്രോമിസ്. ഓക്കെ, ഇതിന് ഒറ്റ വാക്കിൽ നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയൂ. വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും, ഉറപ്പാണ്. നമുക്ക് പറയുകയാണെങ്കിൽ മകഴ്ചി എന്നൊക്കെ പറഞ്ഞ പോലെ. മകഴ്ചി മകഴ്ചി മാർവലസ് കന്നഡയിൽ പറയൂ.
ഇല്ല ഇത് എടാ, മലയാളികൾക്ക് സന്തോഷം തന്നെ. ഇരിക്കട്ടെ, സന്തോഷം ഉണ്ടാവല്ലോ. അറിയാത്ത വിളിച്ചങ്ങനെ കേൾക്കാനൊരു രസമല്ലേ? അത് കേൾക്കാൻ കർണാടക പോയിട്ട് വിജൃംഭിച്ചെന്നൊക്കെ പറയുന്നത് നല്ല വെയിറ്റുള്ള വാക്കല്ലേ? ഇവിടെ നിൽക്കില്ല, നേരെ വിടുവേ. നമ്മളാണത് ബാക്കി കിട്ടണ്ടേ. നമ്മൾ പറഞ്ഞു വിഷ്വൽ ബ്യൂട്ടി. അപ്പോ വിഷ്വൽ ഒരു രക്ഷയില്ല, ക്യാമറയാണ്. അത് എന്താണോ പുള്ളിയുടെ ഒരു മൈൻഡിലുള്ളത് അത് പുള്ളി സെറ്റ് ചെയ്തെടുത്തു എന്നുള്ളതാണ്. ഇത്തിരി 5 വർഷം കൊണ്ട് പുള്ളി ഉണ്ടാക്കിയെടുത്താണ് ആ ബ്രാൻഡ്. ഋഷഭ് ഷെട്ടി എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്, പുള്ളിക്ക് അതിനെ അറിയാം നന്നായിട്ട്. അപ്പൊ ഇപ്പോഴും ആക്ച്വലി ഈ എറണാകുളത്തെ എവിടെയോ ഏതോ ഒരു സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് പുള്ളി ഇങ്ങനെ മിക്സിംഗ് പ്രോസസ്സിലും കറക്ഷൻ പ്രോസസ്സിലുമാണ്. ഇവിടെ എവിടെയും ഉണ്ട്, കൊച്ചിയിൽ തന്നെ ഉണ്ട്. അത്രയും തിരക്കിലാണെങ്കിലും പുള്ളി കണ്ടു. അപ്പോ അത് കൃത്യമായിട്ട് പിന്നെ പറയാത്ത എന്താ വെച്ചാൽ ചിലപ്പോ ഇനിയിപ്പോ അങ്ങോട്ട് ബാധിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്, വേറെ ഒന്നുമില്ല. അത്രമേൽ പുള്ളി അവിടെ ആ ടെൻഷൻ അടിച്ചിട്ട് ആളുകൾ നിൽക്കുന്നതൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്കൊന്നും ചോദിക്കാൻ പറ്റില്ല. എനിക്ക് പറയണമെന്നുണ്ട്, സാർ ഞാനാണ് സാറിന് വേണ്ടി മലയാളത്തിൽ ഡബ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ സമയത്ത് നമുക്കറിയാം, ഫോൺ കോൾസ് ഒക്കെ കണ്ടറിയാം. കാരണം 2-ാം തീയതിയാണ്, പെട്ടെന്ന് ആവുകയാണ്. അതിന്റെ ഇടയിൽ ഇത്രയും പ്രോസസ്സ്, മ്യൂസിക് ഡയറക്ടർ വരുന്നു, സംസാരിക്കുന്നു, അവിടെ കറക്ഷൻ ഇവിടെ കറക്ഷൻ. നമ്മളുടെ തന്നെ എത്ര കറക്ഷൻ വന്നു എന്നറിയോ? ഐ മീൻ എക്സ്ട്രാ സീൻസ് സീൻസ് വന്നു എന്നറിയോ? കാരണം ഇത് എന്താ പറയുക, അവര് നോക്കുമ്പോ എന്താ അറിയോ, അവിടെ ലാഗുണ്ട്. അപ്പൊ ഇത് കട്ട് ചെയ്തിട്ട് മറ്റേ സീൻ കയറ്റാം. ഇവരെടുത്ത് വെച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ. ഇവരെനിക്ക് തോന്നുന്നു ചിലപ്പോൾ 5 മണിക്കൂറിന്റെ ഒരു കംപ്ലീറ്റ് പരിപാടിയിൽ എടുത്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ടായിരിക്കും എഡിറ്റ് വന്നിട്ട് ഇങ്ങനെ കൂട്ടിച്ചേർക്കുക ചെയ്യുന്നത്. അപ്പൊ വീണ്ടും വീണ്ടും ഇവിടെ ബഡ്ജറ്റും കൂടി വരുമല്ലേ? ഇവർക്ക് ഇവരുടെ പ്രതീക്ഷയെ കാത്ത് സംരക്ഷിക്കണം. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള വിഷൻ അതെന്താണോ അത് സ്ക്രീനിൽ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കണം. ഇതായിരിക്കണം എനിക്ക് തോന്നുന്നു ഇതിന്റെ പുറകിലുള്ള ഒരു ചെയ്ത വികാരം. അതെത്താൻ വേണ്ടിട്ട് ലാസ്റ്റ് മൊമെന്റ് വരെ നമ്മള് എഫേർട്ട് ഇടുക. അതായത് നമ്മുടെ അസോസിയേറ്റ് പറഞ്ഞത്, അസോസിയേറ്റിന്റെ പേര് ഡോളർ എന്നാണ്. അപ്പോൾ ഡോളർ ബ്രോ പറഞ്ഞത് 2 ടൈപ്സ് ഓഫ് ഫിലിം മേക്കേഴ്സ് ഉണ്ട്. ഒരാള് എല്ലാം എഡിറ്റിന് വേണ്ടിയിട്ടുള്ള ടോട്ടൽ വിഷ്വൽസ് എല്ലാം എടുത്ത് വെച്ച് മൊത്തം ഷൂട്ട് കഴിഞ്ഞിട്ട് നേരെ എഡിറ്റിംഗ് ടേബിളിൽ കയറിയിട്ട് എഡിറ്റ് ചെയ്ത് ഫൈനൽ ലോക്ക് ആക്കിയിട്ട് പിന്നെ ഡബിങ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഫിലിം മ്യൂസിക്കിനെല്ലാം ഒരുമിച്ച് അങ്ങ് കൊടുക്കും. അങ്ങനെ ഔട്ട്പുട്ട് എടുക്കും. ചിലവർ വേണ്ട കണ്ടന്റ് നമ്മൾ എടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് അതിനെ ഭംഗിയാക്കാൻ വേണ്ടി എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അതിന് വേണ്ടി ഭംഗിയാവുന്നത് വരെ എടുക്കുക. അങ്ങനത്തെ ഒരു സെക്കൻഡ് ടൈപ്പ് ഓഫ് ഫിലിം മേക്കേഴ്സ് ആണ്. ഒരു ഫിലിം മേക്കറാണ്. 2000-ഓളം ജൂനിയർ ആർട്ടിസ്റ്റുകളും അതെ ഒരുപാട് ആൾക്കാരെ 5 ഇയേഴ്സ് അവരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി. കാട്ടിലൊക്കെ തന്നെയായിരുന്നു ഷൂട്ട് കേട്ടോ. ഇതിന്റെ പ്ലോട്ടും പരിപാടികളൊക്കെ നമുക്ക് വേറൊരു കഥയാണ്. അത് മാത്രമല്ല, ഇതിന്റെ വിഷ്വലൈസേഷൻ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇവർ സെറ്റ് ഇട്ടിരിക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയോ. ഈ കാന്താരയുടെ മീനിങ് തന്നെ കാട് എന്നാണ്. കാട്, യെസ്, കാന്താര. കാട്ടിൽ നമ്മുടെ ഒരു സിവിലൈസേഷൻ അവിടെ നിന്ന് ഉണ്ടായത് ഈ പുഴയുടെ സൈഡിൽ നിന്ന് അങ്ങനെയൊക്കെയാണല്ലോ. അപ്പൊ നമ്മുടെ സ്റ്റാർട്ടിങ്, നമ്മുടെ തുടക്കം, നമ്മുടെ ആരംഭം അവിടെ നിന്നുള്ള ഒരു കഥയാണ് സിനിമ പറയുന്നത്. 6th സെഞ്ചുറിയുടെ കഥയാണ്. ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ അത് നമുക്ക് മനസ്സിലാവുന്ന ആ രീതിയിലാക്കി, നമ്മുടെ രീതിയിലാക്കി, അല്ലാതെ നമുക്കൊന്നും ചെയ്യാനില്ല. അല്ല, നമുക്കിങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ഡിഫറൻസ് തോന്നാൻ പാടില്ല. അതായത് ഭയങ്കര പഴയ മലയാളം, ഇപ്പൊ രാജകുമാരി യൂസ് ചെയ്യുന്ന അവരുടെ സെക്ഷനിൽ വരുമ്പോൾ അങ്ങനത്തെ മലയാളവും നോർമൽ കോമൺ പീപ്പിൾസിന്റെ കാർഡിൽ അവരുടെ വരുമ്പോൾ ആ മലയാളം ഓക്കെ, പക്ഷെ നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ പറ്റില്ല, നമുക്ക് അക്സെപ്റ്റബിൾ ആയിരിക്കണം. സോ അതിന് വേണ്ട രീതിയിൽ നമ്മൾ ട്രെയിലറിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, അതേപോലെ തന്നെ പടം പോകുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ വേറൊരു ഭയങ്കര പഴയ ഒരു കാലഘട്ടം കാണിക്കുമ്പോൾ അതിന്റെ ഒരു ഒതന്റിസിറ്റിക്ക് വേണ്ടി നമ്മൾ ഭാഷയിൽ ചെറിയ മാറ്റങ്ങൾ ഫോർ എക്സാമ്പിൾ ഒന്നുമില്ല. ഇപ്പൊ നമ്മള് ബിസിനസ് എന്ന് നമ്മൾ പറയുന്നു, അതിനെ നമുക്ക് വേണമെങ്കിൽ വ്യാപാരമാക്കാം, കച്ചവടമാക്കാം, അല്ലെ? എന്തൊരു വാക്കുകൂടി ഉണ്ടായിരുന്നു നമ്മൾ അന്നേരത്ത് പറഞ്ഞത്. അപ്പൊ അത് നമ്മൾ ആപ്റ്റ് ആവുന്ന രീതിയിൽ ആ ഡയലോഗിൽ കറക്റ്റ് ആ സെന്റൻസിൽ എവിടെ വീഴും, എങ്ങനെ വരും എന്ന് നമ്മൾ 2-3 വട്ടം പറഞ്ഞു നോക്കും. വ്യാപാരം വെച്ച് പറഞ്ഞു നോക്കും, കച്ചവടം വെച്ച് പറഞ്ഞു നോക്കും. ഓർക്കുന്നില്ലേ എത്ര വ്യാപാരം ഞാൻ പറഞ്ഞു? ഇത്രയും പോലും ഞാൻ വ്യാപാരിച്ചിട്ടില്ല. കുറെ വാക്കുകൾ ഇങ്ങനെ ഈ പര്യായം എന്ന് പറഞ്ഞ പോലെ കുറെ സെറ്റ് ചെയ്യേണ്ടി വന്നു. ഈവൻ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യാൻ പോലും നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യേണ്ടി വന്നു. ഒരു വാക്ക് കിട്ടണമല്ലോ കറക്റ്റ്. മോശം വാക്കാണെങ്കിൽ കൂടി, കളിയാക്കുന്ന ഒരു വാക്കാണെങ്കിലും ആ വാക്ക് കറക്റ്റ് ആയിട്ട് കിട്ടണം, ആ പഞ്ച് കിട്ടാൻ വേണ്ടി. പിന്നെ കോമഡിക്ക് വേണ്ടിയിട്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്ന എല്ലാം. മലയാളം ഭയങ്കരമായി അറിയുന്ന ഒരാള് അടുത്തിരിക്കുന്നത് കൊണ്ട് അതിന്റെ ഒരു ഗുണമുണ്ടായിരുന്നു. അല്ല, മലയാളം ഇവര് ചുമ്മാ പറയുന്നത് കേട്ടോ, കാര്യം സംഭവം ചുമ്മാ പറയുന്നത്. പക്ഷെ ഞാനിപ്പോ ഇവർക്ക് ഡയലോഗ് പറഞ്ഞു കൊടുക്കുന്ന എങ്ങനെയായാലും കറക്റ്റ് കന്നഡ എങ്ങനെയാണോ ആ മീറ്റർ ഉള്ളത്, എങ്ങനെയാണോ ഫ്ലോ മുകളിലേക്ക് ഉള്ളത്, അതേപോലെ തന്നെ മലയാളം പറഞ്ഞു കൊടുക്കും. പിന്നെ നമ്മൾ വർക്ക് ചെയ്ത് ഒരു പാനിന്റെ മൂവിക്ക് വേണ്ടി എലമെന്റ്സ് എല്ലാം ചേർത്ത് അത് ഫ്രെയിം ചെയ്ത് സെറ്റ് ആക്കും. ഇവന് അർത്ഥം പറഞ്ഞു തരും, നമ്മളത് വർക്ക് ചെയ്ത്
ശരിക്കും പറ്റുന്ന ഒരു ആപ്റ്റ് വേർഡ്സ് ഒക്കെ വെച്ച് ചില mold വാക്കുകൾ ചെയ്തെടുക്കും. അങ്ങനെയാണ്. അത് നമ്മൾ അതുപോലെ അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഓഡിയൻസിന് പിടിക്കില്ല. എല്ലാ റീജിയനിലും കൾച്ചർ വേറെയാണ്. അതെ. ഇപ്പൊ തമിഴ് നമ്മൾ അതേപോലെ ഇങ്ങോട്ട് അഡാപ്റ്റ് ചെയ്താൽ നമുക്ക് പിടിക്കില്ല. അപ്പൊ നമ്മുടെ മലയാള ഓഡിയൻസിന് വേണ്ട കാര്യങ്ങൾ അതുപോലെ അഡാപ്റ്റ് ചെയ്ത് നമ്മളത് വർക്ക്ഔട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഡബ്ഡ് മൂവീസ് വർക്ക്ഔട്ട് ആവുള്ളൂ. ഇപ്പൊ റീസെന്റ് ഇറങ്ങിയ സൂഫ്രം സോ കണ്ടിരുന്നോ? ലാസ്റ്റ് അതെ നല്ല സിനിമ രാജേട്ടനൊക്കെ. ഇഷ്ടപ്പെട്ടോ? രവിയണ്ണൻ അതെ 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 അപ്പൊ അത് ഗംഭീര സിനിമയാണ്. അത് ആക്ച്വലി നമുക്കൊരു മലയാള സിനിമ കാണുന്ന ഒരു പ്രതീതിയാണ്. അത്രമേൽ സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് ഡബ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അതുപോലെ തന്നെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കുള്ള ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ ഈവൻ ഒരു മോഡേൺ പരിപാടിയല്ല, അല്ലെങ്കിൽ കുറച്ചും കൂടി അന്ന് വലിയ മാസ് അല്ല, പെർഫോമൻസ് ഓറിയന്റഡ് ആയിരിക്കണം എന്ന കുറച്ച് അതിൽ ആ പെർഫോമൻസിൽ തന്നെ മാസ് വരണം. അങ്ങനെയാണ് ഡയലോഗിന്റെ ഒരു വ്യാപ്തി നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ കുറച്ച് ബേസും വേണം. ആ രീതിയിലാണ് പോയിരിക്കുന്നത്. രസം എന്തറിയോ, ഇതില് ഇവര് എന്നെ ഓഡീഷന് വിളിച്ചപ്പോ പോലും ഈ കാന്താര ഫിലിമിലാണ് ഞാൻ ഓഡീഷൻ ചെയ്യാൻ വന്നിരിക്കുന്നത് എനിക്ക് അറിയില്ലായിരുന്നു. സ്ക്രീനിൽ ഒന്നുമില്ല. ഇവര് പറഞ്ഞു ഒരു സിനിമയുടെ ഓഡീഷൻ കോൾ ഉണ്ട്. അശ്വിൻ വിളിച്ചിട്ട് പറഞ്ഞു അളി എവിടെ ഉണ്ട്? ഞാൻ പറഞ്ഞ റെഡ് FM ഉണ്ട്. ഓക്കെ, ഒന്ന് വരാൻ പറ്റും, ഒരു ഓഡീഷൻ ഉണ്ട്. വൈ നോട്ട് വരാമല്ലോ, നമുക്ക് വർക്ക് ആണല്ലോ, നമ്മുടെ ഒരു പാഷനും കൂടിയാണ് ഡബിങ്. അങ്ങനെ ചെല്ലുമ്പോൾ സ്ക്രീനിലൊന്നുമില്ല. അപ്പൊ നിർമ്മലിനെ നമ്മൾ പരിചയപ്പെട്ട് അങ്ങനെ സെറ്റായി കയറിക്കോ ബ്രോ കയറിക്കോ, അന്ന് ഇങ്ങനെ തന്നെയാണ് കയറിക്കോ പറഞ്ഞിട്ട് നമ്മളെ കയറ്റാണ്. അപ്പോൾ ഋഷഭ് ഷെട്ടിയുടെ ശബ്ദത്തിലാണ് അവിടെ വോയിസ് പോകുന്നത്. പക്ഷെ എനിക്ക് പുള്ളിയുടെ ഒറിജിനൽ വോയിസ് എനിക്കറിയില്ല. ഞാനപ്പോ ഇത് ഏതോ ഒരു സിനിമ ഏതോ ഒരു ഭാഗം ഡബ് ചെയ്തു. ഇയാൾ മലയാളം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മലയാളം ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞ് അലർച്ചയും കുറച്ച് പരിപാടിയൊക്കെ ചെയ്തു. അപ്പൊ ഓക്കെ ബ്രോ വിളിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിങ്ങനെ ഇന്നസെന്റിന്റെ സാധനം കേട്ടിട്ടുണ്ട് എത്രയോ വോയിസ് ടെസ്റ്റിന് പോയിട്ട് ഇപ്പൊ സൈഡിന്റെ പോയാലുണ്ട്, ഞാനും പോയിട്ടുണ്ട്. പറയാൻ പാടില്ലായിരുന്നു. അല്ല അങ്ങനെയല്ല, കിട്ടിയ ഒരു ചാൻസ് കിട്ടിയപ്പോ ആ ഒരു എല്ലാ വോയിസ് ടെസ്റ്റിനും പോയി റിജക്ട് ആവുന്ന ഒരാളല്ല ഞാൻ. അശ്വിൻ ചേട്ടാ, ശരിക്കും ബേസിക് പറയുന്നുണ്ടെങ്കിൽ ആ ചൈതന്യ തന്നെ വേണം അത് ചെയ്യാനെന്നുള്ള സമയങ്ങളിൽ നമ്മള് എങ്ങനെയാണെന്നുണ്ടെങ്കിലും ചെയ്യിപ്പിക്കുന്ന ഞങ്ങളുടെ 8ാമത്തെ മൂവിയാണ്. നമ്മുടെ ഫസ്റ്റ് മൂവിയിലെ ഹീറോയിനാണ് ഇരിക്കുന്നത്. അല്ല ഞാൻ പറഞ്ഞു വെച്ചാൽ ഞാൻ എന്റെ കാര്യം പറഞ്ഞ ചൈതന്യയുടെ അല്ല. ഞാൻ കുറെ വോയിസ് ടെസ്റ്റിൽ പോയിട്ടുണ്ട്. അപ്പൊ കിട്ടാതെ ഇരുന്നുണ്ട്, സ്വാഭാവികം. എനിക്ക് ഇതിനൊരു പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ഇതെല്ലാം എനിക്കിതിനൊന്നും പ്രശ്നമില്ല. നമ്മൾ നാളെയും പോകും. ഇത് എന്താ വെച്ചാൽ നമ്മളുടെ വോയിസ് ആപ്റ്റ് ആവുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഇതിപ്പോ എന്റെ ശബ്ദം മാറ്റാൻ പറ്റില്ല. ഒരുപാട് നമുക്കൊരു പരിധിക്കുള്ളിൽ മാറ്റാൻ പറ്റും. അപ്പൊ പിന്നെ മിമിക്രി ചെയ്യാം, പക്ഷെ അത് അക്സെപ്റ്റബിൾ അല്ല. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഡബ് ചെയ്ത് പോയി. ഞാൻ FM ലിക്കുന്ന സമയത്താണ് ഒരു ദിവസം വിളിച്ചിട്ട് സുരാജ് നമ്മൾ അന്നെടുത്ത വോയിസ് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഓ ഭാഗ്യം, ഒരു സിനിമ നമുക്ക് സെറ്റ് ആവുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു ഏത് ക്യാരക്ടർ? ഒരു ചെറിയ ക്യാരക്ടറാണ്. അപ്പം അത് കുഴപ്പമില്ല. ഏതാ പരിപാടി എന്താണെന്ന് വെച്ചപ്പോൾ ഋഷഭ് ഷെട്ടിക്ക് വേണ്ടിയിട്ട് കാന്താര മൂവിക്കാണ്. അടിച്ചു മോനെ ഗൂസ് ബംസ്. അവിടെ നിന്ന് കിളി പോയി. ഞാൻ പറഞ്ഞു അപ്പൊ നമ്മളന്ന് വോയിസ് ടെസ്റ്റ് ചെയ്ത് പുള്ളിക്ക് വേണ്ടിട്ടായിരുന്നോ? ഓക്കെ. അപ്പൊ അവിടെ നമ്മളിങ്ങനെ എന്റെ മനസ്സിൽ വരുന്ന സാധനങ്ങളൊക്കെ എണീറ്റ് 2 മിനിറ്റ് അളിയായിരിക്കും പേയ്മെന്റ് പോലും വേണ്ടല്ലേ. ഭയങ്കരമായിട്ടുള്ള, അതുകൊണ്ട് പേയ്മെന്റ് കൊടുത്തിട്ടില്ല. അത് ഞാൻ അന്ന് വെറുതെ പറഞ്ഞിട്ട് ആ തമാശ പറഞ്ഞാണ്.